ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. ഷണു നഗരസഭയിൽ കല്ലിപ്പാടത്ത് ക്വാറി ആരംഭിക്കുന്നതിന് ജലസേചന വകുപ്പ് നിരാക്ഷേപ പത്രം ആവശ്യപ്പെട്ട സംഭവത്തെ തുടർന്നുണ്ടായ ചർച്ചയിൽ കൗൺസിലിൽ തർക്കവും ഇറങ്ങിപ്പോകും. നിലവിൽ കണയത്ത് പ്രവർത്തിക്കുന്ന ക്വാറിയുടെ വിഷയത്തിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ മറ്റൊരു ക്വാറിയുടെ അനുമതി വന്നതിനെ തുടർന്നുണ്ടായ ചർച്ചയാണ് പ്രശ്നത്തിലെത്തിയത്. BJP കൗൺസിലർമാരാണ് പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയത്. കണയത്ത് പ്രവർത്തിക്കുന്ന ക്വാറിയുടെ വിഷയത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകാനും നിയമോപദേശം തേടാനുമുള്ള കഴിഞ്ഞ കൗൺസിൽ തീരുമാനം നടപ്പാക്കിയില്ലെന്നാരോപിച്ചായിരുന്നു ഇറങ്ങിപ്പോക്ക്. തുടർന്ന് നഗരസഭാ കവാടത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു. ഷൊർണൂർ നഗരസഭയിലെ ഇന്ന് ഷൊർണൂർ 8-ാം വാർഡ് പ്രദേശത്ത് ഒരു ക്വാറിയുടെ അനുമതിയുമായി ബന്ധപ്പെട്ട് ആ ക്വാറിയിൽ കുടിവെള്ള പദ്ധതിയുണ്ടോ എന്ന് ജലസേചന വകുപ്പ് ചോദിച്ചതിന്റെ ഭാഗമായി കൗൺസിലിലേക്ക് ഒരു അജണ്ട വന്നിരുന്നു. അതിന്റെ ഭാഗമായുള്ള ചർച്ചയുടെ ഇതില് ആ അജണ്ടയിൽ കൃത്യമായി നഗരസഭയിലെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കണമെന്നും ആ പ്രദേശത്ത് ക്വാറി വരാതിരിക്കാനുള്ള എല്ലാ നടപടികൾ സ്വീകരിക്കണമെന്നും പറയുന്നതിനൊപ്പം കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് ഷൊർണൂരിലെ 2-ാം വാർഡിൽ ഉണ്ടായ ക്വാറിയുമായി ബന്ധപ്പെട്ട് അവിടെ സമീപത്തെ കുറച്ച് വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികൾ വന്നിരുന്നു. കൌൺസിലിലേക്ക് അജണ്ട വന്നിരുന്നു. അന്ന് കൌൺസിൽ അജണ്ടയിൽ നഗരസഭയിലെ 35 കൌൺസിലർമാർ, ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും തീരുമാനിച്ചതാണ് ബഹുമാനപ്പെട്ട പാലക്കാട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകാനും നഗരസഭയ്ക്ക് വേണ്ടി ഹൈക്കോടതിയിൽ വാദിക്കുന്ന വക്കീലിന്റെ നിന്ന് നിയമോപദേശം വാങ്ങിക്കാനും തീരുമാനിച്ചതാണ്. കോൺഗ്രസ് കൌൺസിലർ VK ശ്രീകൃഷ്ണനും ഇക്കാര്യത്തിൽ കൌൺസിലിൽ പ്രതിഷേധം രേഖപ്പെടുത്തി. ജലസേചന വകുപ്പ് ആവശ്യപ്പെട്ട ജലസേചന പദ്ധതിയുടെ വിവരങ്ങൾ കൈമാറാനും ക്വാറി ആരംഭിക്കാനുള്ള നിരാക്ഷേപ പത്രം നൽകരുതെന്നുമുള്ള വിവരം നൽകാനും കൌൺസിൽ തീരുമാനിച്ചു. BJP കൌൺസിലർമാരുടെ പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതമാണെന്നും 2023 ആരംഭിച്ച ക്വാറിക്കെതിരെ ഇപ്പോൾ നടപടി വേണമെന്നാവശ്യപ്പെടുന്നത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നാടകമാണെന്നും നഗരസഭാ അധ്യക്ഷ അഡ്വക്കേറ്റ് P. നിർമ്മല പറഞ്ഞു. നഗരസഭയിലെ 14 പൊതുമരാമത്ത് പ്രവൃത്തികൾക്ക് കൗൺസിൽ അംഗീകാരം നൽകി. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.